നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് വരുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് ഒരു താമര നല്ല വിടർന്ന് സുന്ദരിയായിട്ട് നിൽക്കുന്ന കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അന്നത്തെ ദിവസത്തെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും? വളരെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു കാര്യം തന്നെയല്ലേ? ഒരിക്കലെങ്കിലും ഒരു താമരപ്പൂ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനെന്തോ നമ്മളെ വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു സൗന്ദര്യം ഇല്ലേ? അതുപോലെ തന്നെ കുളത്തിലും പാടത്തും അതുപോലെ പാർക്കുകളിലും മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ താമരയും ആമ്പലൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ പോട്ടിൽ വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ അതിശയകരമായിരുന്നു. നീണ്ട നാളത്തെ ഉറക്കത്തിന് ശേഷം താമര ശരിക്കും പൂവിടാൻ പോകുന്നത് ഇനി ഈ സമ്മർ സമയത്താണ് കേട്ടോ. ഈ സമ്മർ എന്ന് പറയുന്നത് നന്നായിട്ട് പൂവിടാനും ബഡ്സ് വരാനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ വെയിൽ വേണ്ട ഒരു ചെടിയാണ് താമര. എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രത്തോളം അതിൻ്റെ വളർച്ചയും കൂടും, അതുപോലെ അത്രത്തോളം പൂക്കളും ബഡ്സും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയത്താണ് താമര ഏറ്റവും കൂടുതൽ പൂവിടുന്നത്. ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ പോട്ട് വെക്കുകയാണെങ്കിലും അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ അതിന് കൊടുക്കേണ്ട കറക്റ്റായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വീട് നിറയെ താമര പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടാണ് പുതിയൊരാളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അയാൾ പുറത്തേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ എത്തുന്നേ ഉള്ളൂ. ഇനി അങ്ങ് പൊക്കം വെച്ച് ഒരു 2 ആഴ്ച കൊണ്ടാണ് മുഴുവനായിട്ടുള്ള ഒരു മെച്യൂരിറ്റിയിലേക്ക് ഈ ഒരു ഫ്ലവർ വരിക. 2 ആഴ്ച ഒരു 14 ദിവസമൊക്കെ പിടിക്കും ശരിക്കും നല്ല വളർന്ന് ഒരു പൂവായിട്ട് അത് വിരിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചില വെറൈറ്റീസിനൊക്കെ ഇതുപോലെ ഇതളുകളൊക്കെ ഇങ്ങനെ തുറന്നു കൊടുക്കണം, എന്നിട്ട് അങ്ങനെ വിരിയിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ നിന്ന് പോകും. ചില വെറൈറ്റീസിന് അങ്ങനെയാണ്, ചില വെറൈറ്റീസ് തന്നെ വിരിയുന്നതുണ്ട്. ഇതിപ്പോൾ മൾട്ടി പെറ്റലായിട്ടുള്ളൊരു താമരയാണ്. ഇനി സിംഗിൾ പെറ്റലായിട്ടുള്ളതും ഉണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള വേറൊരു തരം ഭംഗിയാണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് 1-2 ദിവസങ്ങൾ മാത്രമേ വിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. ഇതൊരു 4 ദിവസം വരെയൊക്കെ നിൽക്കും. പിന്നെ നല്ലപോലെ വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുമ്പോൾ വളർച്ച ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും വെയിൽ കൂടുമ്പോൾ ഇതിൻ്റെ അതിലുകളൊന്ന് കരിയാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പൂവിൻ്റെ സൈഡുകളിലൊക്കെ ഇത് കണ്ടില്ലേ, ഒരു ഗ്രേ കളറിൽ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയ വെയിലിൻ്റെ ഇത് കൊണ്ടിട്ടുള്ള കരിച്ചിലാണ്. പക്ഷേ നമ്മൾ വിരിയിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല. കാണാൻ നല്ല രസമാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് എന്താണെന്ന് അധികം പേർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയില്ലേ, ഏലക്കയുടെ ഒരു സ്മെല്ല് പോലെ നമുക്കത് ഫീൽ ചെയ്യാം. മണത്ത് നോക്കുന്ന സമയത്ത് നല്ല ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു സ്മെല്ലാണ്. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ചെറിയൊരു മൊന പോലെ വെള്ളത്തിൻ്റെ ജസ്റ്റ് മീതിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ നമ്മളത് ഇലയാണോ ബഡാണെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കും. നമുക്ക് എന്നും ഇത് പോയി നോക്കുന്നൊരു ശീലം ഉണ്ടാവുമല്ലോ ആദ്യമായിട്ടൊരു താമര നടുമ്പോൾ. അങ്ങനെ നോക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ കഴിയുമ്പോഴത്തേക്കും ഇത്ര സെൻറ്റിമീറ്റേഴ്സ് ഇങ്ങനെ കൂടി വരും ഓരോ ദിവസങ്ങളിലും. അങ്ങനെ മേലോട്ട് വന്ന് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നല്ല വലിയൊരു ബഡായിട്ട് വരും. നിങ്ങൾ ഇതുപോലെ താമരയും ആമ്പലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ പുതിയൊരു ചാനലാണ്. അപ്പോൾ ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.